നമസ്കാരം, ഋഷിപൊക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം അവതരിപ്പിച്ചു വരികയായിരുന്നു. അതിനു മുമ്പ് സമ്പൂർണ്ണ വിഷുഫലത്തെ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം മേടം മുതൽ മകരം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് കുംഭക്കൂറുകാരുടെ സമ്പൂർണ്ണ വ്യാഴരാശിമാറ്റ ഫലമാണ് പറയുന്നത്. നവഗ്രഹങ്ങളിൽ ഏറ്റവും ഫലദാന വിഷയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. അതിനുശേഷം മാത്രമേ ശനിയും രാഹുകേതുക്കളും മറ്റു ഗ്രഹങ്ങളും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ രാശിക്കൂറുകാർക്കും പല കാര്യങ്ങളും മാറി മറിയുകയാണ്, ഫലങ്ങളെല്ലാം മാറി മറിയുകയാണ്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം ഗുണപ്രദമാകുമോ എന്ന് നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ദോഷഫലമാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ദശാകാലം അനുകൂലമാണെങ്കിൽ കുംഭക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചേക്കാം. അതേപോലെ തന്നെ ദശാകാലം ദോഷമാണെങ്കിൽ കൂടുതൽ ദോഷഫലങ്ങളെ ഒരുപക്ഷെ ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ദശാകാലവും കൂടി ചേർത്ത് വായിക്കുക, ദോഷഫലങ്ങളെ കരുതിയിരിക്കുക. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ 3-ാം ഭാവത്തിലാണ്. അവിടെ നിന്ന് 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതായത് മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക്. കുംഭക്കൂറുകാരുടെ രാശിയാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലാണ്. 7 ശനിയാണ്. എന്നിരുന്നാലും ശനിയുടെ സ്വക്ഷേത്രത്തിലാണ്. ശനി ദോഷം ചെയ്യില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുക. എന്നാൽ രാഹു 2-ാം ഭാവത്തിലുണ്ട്. കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന സമയമാണ്. അതോടൊപ്പം വ്യാഴം കൂടി അല്പം ദോഷസ്ഥാനത്തേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ദോഷഫലങ്ങളെ അറിഞ്ഞിരുന്നുകൊണ്ട് പ്രതിരോധിക്കുക. നമുക്ക് ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. വ്യാഴം 4-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാർഗത്തിലെ ശ്ലോകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബന്ധുസ്ഥിതേ ബന്ധുജനോദ്ധിത ക്ലേശാഹ കുത്രാപി സുഖം നച എന്നാണ്. അതായത് 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ബന്ധുജനങ്ങളിൽ നിന്ന് ദുഃഖം ഉണ്ടാകുക, ഒരിടത്തും സുഖമില്ലായ്മ അനുഭവപ്പെടുക എന്നതൊക്കെയാണ് ദോഷഫലമായി പറഞ്ഞിട്ടുള്ളത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റം കാര്യമായ ഗുണഫലങ്ങളൊന്നും നൽകുന്നില്ല. അതോടൊപ്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും തടസ്സ അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. കൂടാതെ ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങളും വർദ്ധിച്ചേക്കാം. ജീവിത പങ്കാളിയെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിൽ രംഗത്തും പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. കുടുംബത്തിൽ നിന്നും അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം. ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നവരും ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവരും ഒക്കെ അതൊക്കെ ഒന്ന് കരുതലെടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. സാഹസിക പ്രവർത്തികളിൽ നിന്ന് കുംഭക്കൂറുകാർ നിർബന്ധമായും ഒഴിഞ്ഞു മാറേണ്ടതാണ്. അപകടങ്ങൾക്കും വീഴ്ചകൾക്കുമൊക്കെ സാധ്യതയുള്ളതിനാൽ വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. കൂടാതെ യന്ത്രം, അഗ്നി, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളെ കരുതലെടുക്കുക. പൊതുവെ കുടുംബ സ്വസ്ഥതയും കുറയാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. ശനിയുടെ സ്വക്ഷേത്ര സ്ഥിതി ഒരുപക്ഷെ അതിനെയൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങളും നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ കരുതലെടുത്ത് കുംഭക്കൂറുകാർ മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ വ്യാഴരാശിമാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.